ആത്മീയ ആചാര്യനും നാരായണ ഗുരുകുലം അധ്യക്ഷനുമായ മുനി നാരായണ പ്രസാദ് അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ചിന്തകനും പ്രഭാഷകനും സന്യാസിയും എഴുത്തുകാരനുമായി നിറഞ്ഞുനിന്ന ആത്മീയ സാംസ്കാരിക ജീവിതത്തിനാണ് വിരാമമായത്. 2024 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച മുനി നാരായണ പ്രസാദിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദർശനങ്ങൾ ആഗോളതലത്തിൽ പകർന്നു നൽകിയവരിൽ നമ്മുടെ കാലത്തെ പ്രധാനിയായിരുന്നു വിടവാങ്ങിയ മുനി നാരായണ പ്രസാദ്. രാജ്യത്തെ പ്രതിനിധീകരിച്ച് ലോക മതസമ്മേളനങ്ങൾ പങ്കെടുത്ത വ്യക്തി. നിത്യചൈതന്യയതിയുടെ പ്രധാന ശിഷ്യരിൽ ഒരാളായ സ്വാമി. 1967 നടരാജഗുരുവിൽ നിന്ന് ബ്രഹ്മചാരി ദീക്ഷ സ്വീകരിക്കുന്നത്. 1985 നിത്യചൈതന്യയതിയിൽ നിന്ന് സന്യാസ ദീക്ഷയും സ്വീകരിച്ചു. 1999 നിത്യചൈതന്യയതിയുടെ സമാധിയോടെ ഗുരുകുല പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്കെത്തി. ഇന്ത്യയിലും വിദേശത്തും നിരവധി ആത്മീയ സമ്മേളനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. 1987 മോസ്കോയിൽ നടന്ന ലോക മത വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധിയായിരുന്നു. വിവിധ ഭാഷകളിലായി 100-ലധികം പുസ്തകങ്ങളുടെ രചയിതാവാണ്. 2024 രാജ്യം പത്മശ്രീ നൽകി മുനി നാരായണ പ്രസാദിന്റെ ആത്മീയ സാംസ്കാരിക സംഭാവനകളെ ആദരിച്ചു. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും കിട്ടിയിട്ടുണ്ട്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ചയായി ചികിത്സയിലായിരുന്നു. ഇന്ന് പുലർച്ചെ 4 മണിയോടെയായിരുന്നു അന്ത്യം. ഗുരുകുലത്തിലെ പൊതുദർശനത്തിൽ പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. മഹാത്മാവിന്റെ വിയോഗം ആധ്യാത്മിക ജീവിതം നയിക്കുന്ന സമൂഹത്തിനും അതോടൊപ്പം സാമൂഹികമായ പ്രതിബദ്ധതയോടുകൂടി ജീവിക്കുന്ന എല്ലാവർക്കും ഒരു മഹാനഷ്ടം തന്നെയാണ്. വൈകിട്ട് 5 മണിയോടെ സമാധി ചടങ്ങുകൾ ആരംഭിക്കും. ഗുരുകുലത്തിലെ ബ്രഹ്മവിദ്യാ മന്ദിരത്തിന് സമീപത്താണ് സമാധിയിരുത്തുക. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.